ഹായ് ആസ്പിരൻസ്. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നമ്മുടെ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ. നമ്മുടെ SBI ക്ലർക്കിന്റെ എക്സാംസ് 22-ന് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഒരു ബ്രീഫ് അനാലിസിസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അനാലിസിസിലോട്ടൊന്ന് പോകാം കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഓർഡറിലാണ് എക്സാമിന്റെ സീക്വൻസ് വരുന്നത്. ആദ്യം ഇംഗ്ലീഷ്, ദെൻ ക്വാണ്ട്, പിന്നെ റീസണിങ്. ഈ ഒരു ഓർഡറിലാണ് ഇപ്രാവശ്യം എന്ത് ചെയ്തിരിക്കുന്നത്, എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ നമുക്ക് ഓരോ കേസിലും ഏതൊക്കെയാണ് ചോദിച്ച ടോപ്പിക്സ്, അതായത് 22-ാം തീയതി നടന്ന 4 ഷിഫ്റ്റുകളുടെയും ഒക്കെ ഒരു ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഒരു ആവറേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 4 ഷിഫ്റ്റിലും കൂടെ മെയിനായിട്ടും വന്ന കൺസേൺഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ അണ്ടറിൽ വന്നിരിക്കുന്നത് RC, അതുപോലെ തന്നെ ക്ലോസ് ടെസ്റ്റ്, എറർ, സെന്റൻസ് റീഅറേഞ്ച്മെന്റ്, വേർഡ് യൂസേജ്, മിസ്പെൽഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര വെയിറ്റേജിനാണ് വരുന്നത് വെച്ചാൽ ഇംഗ്ലീഷ് 30 വെയിറ്റേജിനാണ് വരുന്നത് അല്ലെ. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ അതായത് 9 to 10 പ്രോബ്ലംസ് വരെയും നമുക്ക് എല്ലാ ഷിഫ്റ്റിലും എന്തിൽ ചോദിച്ചിട്ടുണ്ട്, റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ 9 to 10 പ്രോബ്ലംസ് വരെയും എന്ത് ചെയ്തിട്ടുണ്ട്, ആവറേജ് നോക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ക്ലോസ് ടെസ്റ്റ്, എറർ ഡിറ്റക്ഷൻ, സെന്റൻസ് റീഅറേഞ്ച്മെന്റ്, അതുപോലെ തന്നെ വേർഡ് യൂസേജ്, മിസ്പെൽഡ് ഒക്കെ നമുക്ക് സെന്റൻസ് റീഅറേഞ്ച്മെന്റും നമുക്ക് എന്ത് 5 മാർക്കിനോടും ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റില്ല, എങ്ങനെയൊക്കെ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ 3 മാർക്ക് 4 മാർക്ക് അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ പാറ്റേൺ ആണ് ഈ 4 ഷിഫ്റ്റിലും ചോദിച്ചിരിക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. ചില ഷിഫ്റ്റിൽ വേർഡ് യൂസേജ് ഉണ്ട്, ചില ഷിഫ്റ്റുകളിൽ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവറോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, ഓവറോൾ എത്ര വെയിറ്റേജിനാണ് ഓരോന്നും വന്നത് എന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ വന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഏരിയാസ് എന്നൊക്കെ ഡെഫിനറ്റ് ആയിട്ട് എത്ര മാർക്ക് എന്ന് പറയാൻ പറ്റുന്നില്ല, ഏകദേശം പക്ഷെ 3 to 4 മാർക്സിനാണ് എന്ത് ചോദിച്ചിരിക്കുന്നത്, ഓരോന്നും ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത് ഏതിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതിനാണ് കൂടുതലും വന്നിരിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ മെയിൻ ഐറ്റം RC, അതായത് RCക്ക് തന്നെ നോക്കൂ നിങ്ങൾ, 10 ക്വസ്റ്റ്യൻസോളം RCയിലാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ കൂടുതൽ എന്തായാലും റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടാവാൻ 100% ചാൻസ് ആണ് അപ്കമിങ് എക്സാംസിന്റെ ഷിഫ്റ്റുകളിലും കേട്ടോ. പിന്നെ മെയിനായിട്ടും സെന്റൻസ് റീഅറേഞ്ച്മെന്റും നല്ലൊരു ചോദ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് 5 മാർക്കിനൊക്കെ. അപ്പൊ തന്നെ 15 മാർക്കും അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലോസ് ടെസ്റ്റ്, എറർ ഡിറ്റക്ഷൻ, അത് 3 ഇതും ഈ കൺസേൺഡ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ 3-4 പ്രോബ്ലംസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ഇംഗ്ലീഷിന്റെ ഒരു എന്ന് പറയുന്ന നേച്ചർ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 4 ഷിഫ്റ്റും കൂടെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ. ഇനി ന്യൂമറിക്കൽ എബിലിറ്റി. ഓക്കെ, ന്യൂമറിക്കൽ എബിലിറ്റിയിൽ മെയിൻ ആയിട്ടും ഈ 4 സെക്ഷനിൽ മാത്രമേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. അതിൽ മിസ്സിംഗ് സീരീസ് എന്ന് പറയുന്നത് ആകെ ഒരു ഷിഫ്റ്റിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ഷിഫ്റ്റിലും വന്നിരിക്കുന്നത് DI സിംപ്ലിഫിക്കേഷൻ, അരിത്തമെറ്റിക്കും കൂടുതലായിട്ടും ചോദിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അരിത്തമെറ്റിക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും SB എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് 15 അരിത്തമെറ്റിക് വരെ ചോദിച്ച സെഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഷിഫ്റ്റ് വരെ ഉണ്ടായിരുന്നു, 15 എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആവറേജ് 4 ഷിഫ്റ്റിന്റെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്തിൽ വന്നിട്ടുണ്ട്, 10 to 13 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആവറേജ് അരിത്തമെറ്റിക്കിൽ വന്നിട്ടുണ്ട്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കുറച്ചും ആയിരുന്നു എന്നും പറയുന്നുണ്ട്. ഓക്കെ, ന്യൂമറിക്കൽ എബിലിറ്റി കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിട്ടുമാണ് ആസ്പിരൻസ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ കൂടുതലും അരിത്തമെറ്റിക് കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡ് ആണെന്ന് പറയുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് മെയിനായിട്ടും ഈ സിംപ്ലിഫിക്കേഷൻസും ഒക്കെ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് എന്നും പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് ചില കേസസിലൊക്കെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള കുറേ അപ്രോച്ചുകളുടെ പ്രോബ്ലംസും വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ DI സിംപ്ലിഫിക്കേഷൻ ഇതിന്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-20 മാർക്കിനെങ്കിലും ഇത് രണ്ടും കൂടെ കവർ ചെയ്യുന്നത്. ഓക്കെ, അതായത് DI എല്ലാത്തിലും ഷിഫ്റ്റിലും 10 മാർക്കിന് DI ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷനും ഏകദേശം 10 to 12, ചില ഷിഫ്റ്റിൽ 15 വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 10 to 15 വരെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിസ്സിംഗ് സീരീസ് ഞാൻ പറഞ്ഞു അല്ലെ, വളരെ ഒരു ഷിഫ്റ്റിൽ മാത്രമേ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതും വളരെ എളുപ്പമുള്ള
മിസ്സിംഗ് സീരീസുമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് 3 or 4 3 or 4 പ്രോബ്ലംസ് മാത്രമേ അതിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്കമിങ് ഷിഫ്റ്റുകളിലും അരിത്മെറ്റിക് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. മെയിനായിട്ടും ഇതിൽ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസേ ഈ 4 ഷിഫ്റ്റുകളിലും ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അപ്കമിങ് വരുന്ന ഷിഫ്റ്റുകളിൽ അത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പഠിക്കാതിരിക്കരുത്, നല്ല രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്ത് പഠിച്ചു പോവുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് പസിൽസ് റിലേറ്റഡും സീറ്റിംഗ് അറേഞ്ച്മെന്റ് റിലേറ്റഡുമാണ് കൂടുതൽ വന്നിരിക്കുന്നത്. കാരണം റീസണിങ്ങിന്റെ കോർ എന്ന് പറയുന്നത് തന്നെ പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 35 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ കൂടുതലും അതായത് ഒരു 20 മാർക്കിന്റെ നിയർ ബൈ ആയിട്ട് അല്ലെങ്കിൽ 20 to 22 നിയർ ബൈ ആയിട്ടും നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഏതാണ്, ഈ സെഷനാണ് ആവറേജ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും ചോദിക്കാറ് ഇൻഇക്വാലിറ്റി, നമ്പർ സീക്വൻസ്, സിലോക്സിസം, ബ്ലഡ് റിലേഷൻ, മീനിങ് ഫുൾ വേർഡ് ഫോർമേഷൻ, ഇതിന്നാണ് ബാക്കി വരുന്ന ഒരു 13-15 ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതായത് ആവറേജ് ഇതിന്നൊക്കെ എത്ര ചോദിക്കുന്നുണ്ടെന്ന് വെച്ചാൽ 3 to 4 അല്ലെങ്കിൽ ചിലത് 2 വരെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ വേർഡ് ഫോർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതിൽ ഒരു ചോദ്യങ്ങൾ മാത്രം ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്ന് ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 or 4 പ്രോബ്ലംസ് വരെ ഓരോന്നും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാക്ട്ലി ചോദിച്ചിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും റീസണിങ് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതായത് മൊത്തത്തിൽ എക്സാം എന്ന് പറയുന്നത് ഈസി ടു മോഡറേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഒരുപാട് എളുപ്പമല്ല, ഒരുപാട് ടഫും വരുന്നില്ല, ഈസി ടു മോഡറേറ്റ് ലെവൽ എന്നാണ് പറയുന്നത്. അതിൽ ക്വാണ്ട് എന്തായാലും ടഫ് എന്ന് പറയുന്നുണ്ട്. കാരണം ടഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, അല്ലെങ്കിൽ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു എന്നാണ് മോസ്റ്റ്ലി എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിട്ട് നമുക്ക് ഓവറോൾ ഗുഡ് അറ്റംപ്റ്റ്സ് ജസ്റ്റ് നമുക്ക് നോക്കി പോവാം. അപ്പോൾ ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ ആണുള്ളത് അല്ലേ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇംഗ്ലീഷ് കുറച്ച് എളുപ്പമുള്ള സെഷൻ ആയിരുന്നു എല്ലാവരും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 24 to 28 അറ്റംപ്റ്റ് വളരെ ഗുഡ് അറ്റംപ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ശ്രദ്ധിക്കട്ടെ 30 മാർക്കിനെ എക്സാം ഉള്ളൂ കേട്ടോ. ഈ 30 മാർക്കാണ് ഇംഗ്ലീഷിന്റെ സെഷൻ. അതിൽ 24 to 28 സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. കാരണം വളരെ എളുപ്പമുള്ളൊരു സെഷൻ ആയിരുന്നു ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത്. പിന്നെ ക്വാണ്ടിന്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ 22 to 26 ആവറേജ് റിവ്യൂസ് പ്രകാരം നമുക്കൊരു 22-26 എത്തുന്നത് നല്ലതായിരിക്കും. കാര്യം പക്ഷേ എനിക്ക് തോന്നുന്നത് ക്വാണ്ടിലൊക്കെ നോർമലൈസേഷൻ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് എത്രയാണോ നമ്മൾ അറ്റൻഡ് ചെയ്ത് അതിനെക്കാട്ടിലും കൂടുതൽ മാർക്ക് കിട്ടാൻ നല്ല ഹെവി ചാൻസസും ഉണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ റീസണിങ് എബിലിറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ റീസണിങ് എബിലിറ്റി നല്ലോണം ഈസി ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിലും ഒരു നല്ല അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 29 to 33 ഒരു നല്ല അറ്റംപ്റ്റ്. കാരണം ആവറേജ് നോക്കുമ്പോൾ നല്ലോണം പേരും റീസണിങ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കമ്പയറിങ് ടു ക്വാണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കൺസേൺഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. നിങ്ങൾ ഇത് ഓർത്തിട്ട് അടുത്ത നിങ്ങളുടെ പ്രിപ്പറേഷൻ, ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കും കുറേ പേർക്ക് ഉണ്ട് അല്ലേ, എക്സാംസ് ഉണ്ട്. അപ്പോൾ അപ്കമിങ് വീക്കിൻ്റെ ഷിഫ്റ്റും ഇതൊന്ന് ജസ്റ്റ് മൈൻഡിൽ വെച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ ടോട്ടൽ 100ൽ ഒരു നല്ല അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ 75 to 87 ഒക്കെ നല്ല അറ്റംപ്റ്റ് തന്നെയായിരിക്കും വരിക. എന്തായാലും ഈ ഒരു റേഞ്ചിനുള്ളിലായിരിക്കും നമ്മുടെ മാക്സിമം എന്ത് വരാൻ ചാൻസ്, നമ്മുടെ കട്ട് ഓഫുകൾ വരാൻ ചാൻസസ് വരിക. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ്ലി ഈ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് പ്രകാരം പിന്നെ നമ്മൾ എല്ലാം പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ മെയിനായിട്ടും ക്വാണ്ടിൻ്റെ കേസിൽ അരിത്മെറ്റിക്കിൻ്റെ സെഷൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഈ ഒരു കൺസേൺഡ് ആയിട്ടുള്ള സെഷൻ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്കമിങ് SBI ക്ലർക്കിൻ്റെ എക്സാംസിന് നിങ്ങൾക്ക് എന്തായാലും ഗുണകരമാകും. അപ്പോൾ ബാക്കിയുള്ള സെഷൻസ് നമുക്ക് വേറെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോവുക. നമുക്ക് ഒരു ഇതുപോലത്തെ ഒരു സെഷൻ നമുക്കിനി അടുത്ത അനാലിസിസിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവുക. ഇനി അപ്കമിങ് ആയിട്ട് എക്സാം വരുന്നുണ്ട്. അപ്പോൾ ആ അനാലിസിസും കൂടെ നമുക്ക് എന്ത് ചെയ്യുക, കമ്പൈൻഡ് ആയിട്ട് ഒന്ന് പറഞ്ഞു പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ബെസ്റ്റ് ഓഫ് ലക്ക് സ്റ്റുഡൻസ്. ഓക്കെ.